+2 കഴിഞ്ഞ കുട്ടികൾ, അതും കൃഷിയായിട്ട് റിലേറ്റഡ് കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ബേസിലാണ് നിങ്ങൾക്ക് CUET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾ കേരളത്തിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നീറ്റിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ പോകുന്നതും. അതുപോലെ തന്നെ കീം എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാമും നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കോളേജ്, ഇപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് കോളേജസ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം ഇന്ന് ഒരുപാട് സ്റ്റുഡൻസും എൻക്വയറി നടത്തുന്ന ഒരു കോഴ്സ് തന്നെയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കൃഷി എന്നുള്ള ഒരു കാര്യം കൺസെപ്റ്റ് കൊണ്ടുവരുന്ന പോലെ തന്നെ ഇപ്പോഴും സ്റ്റുഡൻസ് ഇതൊരു പാഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളേജസ് ICAR എന്ന് പറയുന്ന ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണോ നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് ജോബിന് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും അഡ്മിഷൻ പ്രോസസ്സിനും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.